ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണിംഗ് ലൂപ്പ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് 8 സയൻസ് ചാപ്റ്റർ 1 ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. 3 പാർട്ടായിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ചാപ്റ്റർ അപ്ലോഡ് ചെയ്യുക. 4th പാർട്ടിൽ NCERT ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വേണ്ടി മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഗ്രികൾച്ചറൽ ഇംപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലാണ് നിർത്തിയത്. പ്ലോ, ഹോ ആൻഡ് കൾട്ടിവേറ്റർ, ഈ 3 ടൂൾസിൻ്റെയും പിക്ചർ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഈ ഓരോ ടൂൾസിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലോ ആണ്. സോ പ്ലോയുടെ പിക്ചർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഷ്യൻ ടൈമിൽ നമ്മൾ ഈ പ്ലോ യൂസ് ചെയ്തിരുന്നത് സോയിൽ ടില്ല് ചെയ്യാൻ വേണ്ടിയിട്ടും ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടും വീഡ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്ക്രീപ്പിംഗ് ഓഫ് ദ സോയിൽ, ഈ പർപ്പസസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആൻഷ്യൻ ടൈമിൽ പ്ലോ യൂസ് ചെയ്തിരുന്നത്. ഇനി ഈ പ്ലോനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് വുഡ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ എ പെയർ ഓഫ് ബുൾസ് അല്ലെങ്കിൽ ഹോഴ്സസ് അല്ലെങ്കിൽ ക്യാമൽസ് ആണ് ഈ ഒരു പ്ലോനെ വലിക്കുന്നത്. പ്ലോനെ ബുൾസ് വലിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൂൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ട് പഠിക്കാം. ഇതിലൊരു സ്ട്രോങ് ട്രയാങ്കുലർ അയേൺ സ്ട്രിപ്പ് ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലോ ഷെയർ എന്ന് പറയുന്നത്. ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മെയിൻ പാർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ലോങ് ലോഗ് ഓഫ് വുഡ് വെച്ചിട്ടാണ്. അതിനെ നമ്മൾ പ്ലോ ഷാഫ്റ്റ് എന്ന് പറയും. അതുപോലെ തന്നെ ഒരു ഹാൻഡിൽ ഈ ഒരു ഷാഫ്റ്റിൻ്റെ ഒരു എൻഡിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു എൻഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബീമിലോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ബീമിലോട്ട് അറ്റാച്ച് ചെയ്തതാണ് എവിടെ ഇരിക്കുന്നത്, ഈ ബുൾസിൻ്റെ ഒക്കെ നെക്കിലിരിക്കുന്നത്. ഇപ്പോൾ ഒരു പെയർ ഓഫ് ബുൾസും അതുപോലെ തന്നെ ഒരു മാനും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലോനെ ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്ലോനെ പറ്റി പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് ആൻഷ്യൻ ടൈംസിൽ നമ്മളിത് യൂസ് ചെയ്തിരുന്നത്. ഇതിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ട്രയാങ്കുലർ അയൺ സ്ട്രിപ്പ്, അതിന് പ്ലോ ഷെയർ എന്ന് പറയും. മെയിൻ പാർട്ടിനെ നമ്മൾ പ്ലോ ഷാഫ്റ്റ് എന്നാണ് പറയുക. അതുപോലെ തന്നെ ഒരു ഹാൻഡിൽ നമ്മൾ ഈ ഒരു ഷാഫ്റ്റിൻ്റെ ഒരു എൻഡിലോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മറ്റേ എൻഡ് നമ്മളൊരു ബീമിലോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതാണ് ബുൾസിൻ്റെ നെക്കിലൊക്കെ വെക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഈ പ്ലോ ഉണ്ടാക്കിയിട്ടുള്ളത് വുഡ് വെച്ചിട്ടാണെന്ന്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ വുഡ് വെച്ചിട്ടുള്ള പ്ലോ മാറ്റിയിട്ട് അയൺ പ്ലോസ് ആണ് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹോനെ പറ്റിയിട്ടാണ്. സോ ഹോയുടെ പിക്ചർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹോ ആണ്. ഹോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിമ്പിൾ ടൂളാണ്. അത് നമ്മൾ വീഡ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും സോയിൽ ലൂസൻ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് യൂസ് ചെയ്യാറ്. ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുകയാണെങ്കിൽ ഒരു ലോങ് റോഡ് ഓഫ് വുഡ് അല്ലെങ്കിൽ അയേൺ വെച്ചിട്ടാണ് ഈ ഒരു ഹോ ഉണ്ടാക്കിയിട്ടുള്ളത്. അയേൺ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്ട്രോങ് ബ്രോഡ് ബെൻറ്റ് പ്ലേറ്റ് ഇതിൻ്റെ ഒരു എൻഡിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, ബ്ലേഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ ഹോനെ പുള്ളി ചെയ്യുന്നതും ആരാണ്, ആനിമൽസ് ആണ്. ക്ലിയർ ആയോ? സോ ഹോയുടെ പിക്ചർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ലോങ് റോഡ് ഓഫ് വുഡ് ഓർ അയേൺ വെച്ചിട്ടാണ്. ഒരു സ്ട്രോങ് ബ്രോഡ് ബെൻറ്റ് പ്ലേറ്റ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതാണ് ബ്ലേഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, വീഡ്സിനെ റിമൂവ് ചെയ്യാനും സോയിലിനെ ലൂസൻ ചെയ്യാനും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് കൾട്ടിവേറ്റർ. നൗ ഡേയ്സിൽ നമ്മൾ പ്ലോയിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ട്രാക്ടർ ഡ്രിവൻ കൾട്ടിവേറ്റർ ആണ്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈം ഒരുപാട് സേവ് ചെയ്യാനും ജോലിഭാരം കുറക്കാനും അത് സഹായിക്കും. കൾട്ടിവേറ്റർ സഹായിക്കും. സോ നൗ ഡേയ്സിൽ പ്ലോയിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്, കൾട്ടിവേറ്റർ ആണ്. സോ ഇത്രയാണ് പ്രിപ്പറേഷൻ ഓഫ് ദ സോയിലും അതിന് നമ്മൾ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ടൂൾസും. ക്ലിയർ ആയോ? ദെൻ ദ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോയിങ് ആണ്. അപ്പോൾ നമുക്കിനി സോയിങ്ങിനെ പറ്റിയിട്ട് പഠിക്കാം. സോയിങ് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ക്രോപ്പ് പ്രൊഡക്ഷൻ ആണ്. സോയിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യാനുള്ളത് ക്വാളിറ്റി ഓഫ് സീഡ്സ് ആണ്. ഗുഡ് ക്വാളിറ്റി ഓഫ് സീഡ്സ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് തരത്തുള്ളൂ, ഒരു ഹൈ ഈൽഡ് തരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഫാർമേഴ്സ് നമ്മളടുത്ത് എന്താ പ്രിഫർ ചെയ്യണത്, ടു യൂസ് സീഡ്സ് വിച്ച് ഗീവ്സ് എ ഹൈ ഈൽഡ്. ഹൈ ഈൽഡ് തരുന്ന സീഡ്സ് യൂസ് ചെയ്യാനാണ് ആര് പ്രിഫർ ചെയ്യുന്നത്, ഫാർമേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മൾ ഗുഡ് ക്വാളിറ്റി സീഡ്സും അതുപോലെ തന്നെ ബാഡ് ക്വാളിറ്റി സീഡ്സിനെ തിരിച്ചറിയുന്നത്? അതിന് വേണ്ടിയിട്ട് ഒരു ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ട്.
ഒരു സിമ്പിൾ ആക്ടിവിറ്റിയാണ്. നമ്മളൊരു ബൗളെടുക്കുക, ആ ബൗളിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നമ്മൾ അതിലോട്ട് ഏതെങ്കിലുമൊക്കെ സീഡ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് വീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, കുറച്ച് വീറ്റ് അതിൻ്റെ മുകൾ ഭാഗത്ത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതായിട്ട് കാണാം. ബാക്കിയുള്ളതൊക്കെ അടിയിൽ സെറ്റിൽ ചെയ്തിട്ടും കാണാം. ഈ മേലെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന സീഡ്സ് അല്ലാതും എന്താണ്, ബാഡ് ക്വാളിറ്റി സീഡ്സ് ആണ്. എന്ന് വെച്ചാൽ ഡാമേജ്ഡ് സീഡ്സ് ആണ് ഈ വാട്ടറിൻ്റെ മേലെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ എന്താണ്, ഗുഡ് ക്വാളിറ്റി സീഡ്സ് ആണ്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് വഴി അല്ലെങ്കിൽ ഈ ഒരു ആക്ടിവിറ്റി വഴി നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, ഏതാണ് ഡാമേജ്ഡ് സീഡ്സ് ഏതാണ് നല്ല സീഡ്സ് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ സെലക്ഷൻ ഓഫ് ഗുഡ് സീഡ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ഇനി നമ്മൾ സോയിങ് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് ഈ സോയിങ്ങിന് യൂസ് ചെയ്യുന്ന ടൂൾസിനെ പറ്റി പഠിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രഡീഷണൽ ടൂളാണ്. സോയിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ട്രഡീഷണൽ ടൂളുണ്ട്. അതൊരു ഫണൽ ഷേപ്പ്ഡാണ്. ആ ഫണൽ ഷേപ്പിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സീഡ്സ് പ്ലേസ് ചെയ്ത് കൊടുക്കും. സീഡ്സ് പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഒരു 2 or 3 പൈപ്പ്സ് ഹാവിങ് ഷാർപ്പ് എൻഡുള്ള 2 or 3 പൈപ്പിലൂടെ പാസ് ചെയ്തിട്ട് അതെവിടെത്തും, നമ്മുടെ സോയിലിലോട്ടെത്തും. ആ സോയിലിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, അത് പ്രോപ്പർ പ്ലേസിൽ പ്ലേസ് ചെയ്യും. അവിടെ നമ്മുടെ പ്ലാന്റ് ഗ്രോ ചെയ്യും. ഓക്കെ, സോ ട്രഡീഷണൽ ടൂൾ എന്താ പറയുന്നത്, ഒരു ഫണൽ ഷേപ്പ്ഡാണ്. അതിലോട്ട് സീഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 or 3 പൈപ്പിലൂടെ അത് പാസ് ചെയ്യും, ഹാവിങ് ഷാർപ്പ് എൻഡ് ആൻഡ് പിയേഴ്സ് ഇൻ ടു ദ സോയിൽ, ദെൻ പ്ലേസ് ദ സീഡ്സ് ദർ. ഓക്കെ, ഇനി നമ്മുടെ സീഡ് ഡ്രില്ലിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്, സീഡ് ഡ്രില്ലാണ്. ഈ ഒരു ടൂളിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സീഡ്സിനൊക്കെ പ്രോപ്പർ ഡിസ്റ്റൻസിലും പ്രോപ്പർ ഡെപ്തിലുമാണ് പ്ലേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീഡ്സ് എല്ലാതും സോയിലുകൊണ്ട് പെർഫെക്റ്റ്ലി കവേർഡ് ആവും. ഇത് എന്തിനു വേണ്ടിയിട്ട് സഹായിക്കും, സീഡ്സിനെ ബേർഡ്സിൽ നിന്നുള്ള അറ്റാക്കിൽ നിന്ന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലോയിങ്, ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലോയിങ്ങിന് വേണ്ടിയിട്ട് കൾട്ടിവേറ്റർ ആണെന്ന്. അതെന്ത് സേവ് ചെയ്യും, നമ്മുടെ ലേബറും ടൈമും സേവ് ചെയ്യും. അതുപോലെ തന്നെ സോയിങ്ങിൽ സീഡ് ഡ്രില്ലിൽ നമ്മുടെ ലേബറും ടൈമും എന്ത് ചെയ്യും, സേവ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ സോയിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്, സീഡ് ഡ്രില്ലാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സീഡ് ഡ്രില്ല് പ്രോപ്പർ ഡിസ്റ്റൻസ് ആൻഡ് പ്രോപ്പർ ഡെപ്തിലാണ് സീഡ്സിനെ പ്ലേസ് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പ്ലാന്റ്സിനും അവർക്ക് ആവശ്യമായിട്ടുള്ള സൺലൈറ്റും ന്യൂട്രിയൻസും വാട്ടറും സോയിലിൽ നിന്ന് കിട്ടും. നമ്മൾ പ്രോപ്പർ ഡെപ്തിലല്ല സീഡ്സും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ 2 പ്ലാന്റ്സ് തമ്മിൽ സൺലൈറ്റിനും ന്യൂട്രിയൻസിനും വാട്ടറിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, കോമ്പീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ പ്രോപ്പർ ഡിസ്റ്റൻസിലാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സോയിങ്ങിനെ പറ്റിയിട്ട് പറയുന്നത്. സോയിങ്ങിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത് സെലക്ഷൻ ഓഫ് ഗുഡ് സീഡ്സ് നോട്ട് ചെയ്യുക, അതുപോലെ തന്നെ ട്രഡീഷണൽ ടൂൾ ഏതാണ്, അതുപോലെ തന്നെ ഇപ്പം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൂൾ ഏതാണെന്ന്. ക്ലിയർ ആയോ? നെക്സ്റ്റ് നമ്മൾ 3rd സ്റ്റെപ്പിലോട്ട് മൂവ് ചെയ്യുകയാണ്, ആഡിങ് മാനുവർ ആൻഡ് ഫെർട്ടിലൈസർ. ഒരു പ്ലാന്റ് ഹെൽത്തി ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണം, ന്യൂട്രിയൻസ് വേണം അല്ലേ. അപ്പോൾ നമ്മൾ സോയിലിലോട്ട് ന്യൂട്രിയൻസിൻ്റെ ഫോമിൽ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസസിനെയാണ് മാനുവേഴ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. ഒരു പ്ലാന്റിൻ്റെ ഹെൽത്തി ഗ്രോത്തിന് വേണ്ടിയിട്ട് സോയിലിലോട്ട് ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ഇൻ ദ ഫോം ഓഫ് ന്യൂട്രിയൻസ്, അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, മാനുവേഴ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. സോയിൽ എന്ത് സപ്ലൈ ചെയ്യും, മിനറൽ ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യും. ആർക്ക്, ഈ ഒരു ക്രോപ്പിന് വേണ്ടിയിട്ട്. നമുക്കറിയാം ചില ഏരിയാസിൽ ഒരു ക്രോപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സെയിം ഫീൽഡിൽ തന്നെ ഫാർമേഴ്സ് എന്ത് ചെയ്യും, നെക്സ്റ്റ് ക്രോപ്പ്, ഇത് കഴിഞ്ഞാൽ പിന്നെയും ക്രോപ്പ് അവിടെ തന്നെ പ്ലാന്റ് ചെയ്യും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്ലാന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി എന്ത് ചെയ്യും, നഷ്ടപ്പെടും. ആ സോയിലിലെ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ ഫാർമേഴ്സിന് എന്ത് ചെയ്യണം, ഇത് ഈ സോയിലിലോട്ട് അങ്ങനെ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ന്യൂട്രിയൻസ് കുറവുള്ള ഈ ഒരു സോയിലിലോട്ട് മാനുവറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്, ടു റിപ്ലനിഷ് ദ സോയിൽ വിത്ത് ന്യൂട്രിയൻസ്. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മാനുവറിങ് എന്ന്. ഓക്കെ, ഫെർട്ടിലിറ്റി കുറഞ്ഞ സോയിലോ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് കുറഞ്ഞ സോയിലോ അതിൻ്റെ ന്യൂട്രിയൻസിനെ റിപ്ലനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാർമേഴ്സ് മാനുവർ ആഡ് ചെയ്ത് കൊടുക്കും.
ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാനുവറിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻസഫിഷ്യൻറ്റ് മാനുവറിങ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്ലാന്റ്സ് മൊത്തം എന്തായിരിക്കും, വീക്കായിരിക്കും. കാരണം നമുക്കറിയാം ഒരു പ്ലാന്റ്സിൻ്റെ ഹെൽത്തി ഗ്രോത്തിന് അവർക്ക് ന്യൂട്രിയൻസ് വേണമെന്ന്. അപ്പോൾ ഈ ന്യൂട്രിയൻസ് കുറവുള്ള സോയിലിലാണ് പ്ലാന്റ്സ് ഗ്രോ ചെയ്യണത് എന്നുണ്ടെങ്കിൽ അവരെന്തായിരിക്കും, വീക്ക് പ്ലാന്റ്സ് ആയിരിക്കും. ഇനി മാന്വർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗാനിക് സബ്സ്റ്റൻസാണ്. അത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്, ഫ്രം ദി ഡീകമ്പോസിഷൻ ഓഫ് പ്ലാന്റ് ഓർ ആനിമൽ വേസ്റ്റ്. പ്ലാന്റ് ഓർ ആനിമൽ വേസ്റ്റ് ഡീകമ്പോസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ ഓർഗാനിക് സബ്സ്റ്റൻസ്. മാന്വർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗാനിക് സബ്സ്റ്റൻസ് ആണ്. അത് നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്, ഡീകമ്പോസിഷൻ ഓഫ് ദ പ്ലാന്റ് ആൻഡ് ആനിമൽ വേസ്റ്റ്. ഈ ഫാർമർ എന്ത് ചെയ്യും, പ്ലാന്റും ആനിമൽ വേസ്റ്റൊക്കെ കൂടിയിട്ട് ഒരു പിറ്റിൽ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യും. അതവിടെ കിടന്നിട്ട് ഡീകമ്പോസ് ചെയ്യും. ആരെ ഡീകമ്പോസ് ചെയ്യുന്നത്, ചില മൈക്രോ ഓർഗാനിസംസ്. ഈ ഡീകമ്പോസ് ആയിട്ടുള്ള മാറ്ററാണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, മാനുവറായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ക്ലാസ് 6 പഠിച്ചിട്ടുണ്ട് എന്തിനെ പറ്റിയിട്ട്, വേർമി കമ്പോസ്റ്റിങ്ങിനെ പറ്റിയിട്ട് അല്ലേ. സോ അതന്നെയാണ് ഇവിടെ പറയുന്നത്. പ്ലാന്റ് ആൻഡ് ആനിമൽ വേസ്റ്റ് നമ്മളൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യുന്നു. അവിടെ കിടന്നിട്ട് മൈക്രോ ഓർഗാനിസംസ് അതിനെ ഡീകമ്പോസ് ചെയ്യുന്നു. ഈ ഡീകമ്പോസ് ചെയ്ത സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, ഓർഗാനിക് മാനുവറായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഫെർട്ടിലൈസർ എന്ന് പറയുമ്പോൾ അതൊരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. അതിൽ ഒരു പെർട്ടിക്കുലർ ന്യൂട്രിയൻറ്റ് മാത്രമേ എന്ത് ചെയ്തിട്ടുണ്ടാവുള്ളൂ, പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഈ ഫെർട്ടിലൈസേഴ്സൊക്കെ എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഫാക്ടറീസിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഫെർട്ടിലൈസേഴ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ യൂറിയ, അമോണിയം സൾഫേറ്റ്, സൂപ്പർ സൾഫേറ്റ്, പൊട്ടാഷ്, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. ഇതൊക്കെ എന്തിൻ്റെ എക്സാമ്പിൾസ് ആണ്, ഫെർട്ടിലൈസേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. സോ മാനുവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് ആൻഡ് ആനിമൽ വേസ്റ്റ് ഡീകമ്പോസ് ചെയ്തിട്ടുണ്ടാകുന്നതാണ്. ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാക്ടറീസിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ്. സോ ഡിഫറൻസ് നോട്ട് ചെയ്ത് പഠിക്കുക, എന്താണ് മാനുവർ, എന്താണ് ഫെർട്ടിലൈസർ. ഇനി ഈ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫാമേഴ്സിന് എന്ത് കിട്ടും, ഒരു ബെറ്റർ ഈൽഡ് കിട്ടും. ക്രോപ്സിനൊക്കെ ബെറ്റർ ഈൽഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഫെർട്ടിലൈസേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ക്രോപ്സിൻ്റെ, വീറ്റ്, പാഡി, മീസ്, അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഫെർട്ടിലൈസർ നമ്മൾ എക്സസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി എന്ത് ചെയ്യും, ലോസ് ചെയ്യും. അതുപോലെ തന്നെ വാട്ടർ പൊല്യൂഷനും ഈ ഒരു ഫെർട്ടിലൈസേഴ്സ് കാരണമാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം, ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാണ്ട് ഓർഗാനിക് മാനുവർ യൂസ് ചെയ്യണം. ഓക്കെ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോയിലിൻ്റെ ന്യൂട്രിയൻസിൻ്റെ അളവ് കുറഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്, മാനുവറിങ് എന്ന്. എപ്പോഴാണ് ഈ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്നത്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സെയിം ഫീൽഡിൽ ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഇത് മാറ്റി വെച്ചിട്ട് ഒരു ക്രോപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ടൈം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഫീൽഡിനെ അൺകൾട്ടിവേറ്റഡ് ആക്കിയിട്ട് വിടണം. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നെക്സ്റ്റ് ക്രോപ്പ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സോയിലിന് ഒരിക്കലും എന്ത് ചെയ്യില്ല, അതിൻ്റെ ന്യൂട്രിയൻസിൻ്റെ അളവ് കുറയത്തില്ല. അപ്പോൾ നമുക്ക് ഫെർട്ടിലൈസേഴ്സ് അധികം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയോ? സോ മാനുവർ എന്താണെന്ന് പഠിക്കുക, ഫെർട്ടിലൈസർ എന്താണെന്ന് പഠിക്കുക, ഫെർട്ടിലൈസേഴ്സിൻ്റെ ഡിസഡ്വാൻറ്റേജസ് പഠിക്കുക. ഫെർട്ടിലൈസേഴ്സ് സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കുറക്കും. ആ ഒരു സോയിൽ ഫെർട്ടിലിറ്റി കുറക്കുന്നതും അതുപോലെ തന്നെ വാട്ടർ പൊല്യൂഷന് കാരണമാകുന്നതും ആരെന്നെയാണ്, ഫെർട്ടിലൈസേഴ്സാണ്. അപ്പോൾ ഇതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമ്മുടെ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. സോയിൽ ഫെർട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഫെർട്ടിലൈസേഴ്സിൻ്റെ യൂസ് മാറ്റിയിട്ട് മാനുവേഴ്സ്, ഓർഗാനിക് മാനുവേഴ്സ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ക്രോപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫീൽഡിനെ കുറച്ച് നേരം അല്ലെങ്കിൽ കുറച്ച് ടൈം പീരീഡിന് അതിനെന്ത് ചെയ്യുക, അൺകൾട്ടിവേറ്റഡ് ആക്കിയിട്ട് വിടുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ക്രോപ്പ് ഗ്രോൺ ചെയ്യുക. ക്ലിയർ ആയോ? ഇനി നമ്മൾ മാനുവറാണ് യൂസ് ചെയ്യണതെന്നുണ്ടെങ്കിൽ അത് സോയിലിൻ്റെ വാട്ടർ റിറ്റെയിനിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഇറ്റ് റിപ്ലനിഷസ് ദ സോയിൽ വിത്ത് ഓൾ ദ ന്യൂട്രിയൻസ്. ഓക്കെ. ഫെർട്ടിലൈസേഴ്സ് ആണെങ്കിൽ അതിലൊരു പെർട്ടിക്കുലർ ന്യൂട്രിയൻറ്റ് മാത്രമേ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഇനി സോയിൽ റീപ്ലനിഷിങ്ങിൻ്റെ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോപ്പ് റൊട്ടേഷനാണ്. എന്താ ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ക്രോപ്പ് തന്നെ ഗ്രോൺ ചെയ്യാണ്ട്, ഇപ്പോൾ നമ്മൾ വീറ്റാണ് ഫസ്റ്റ് ക്രോപ്പ് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ഗ്രോ ചെയ്യണത് എന്താക്കുക, റൈസ് ആക്കുക. അങ്ങനെ ഡിഫറെൻറ്റ് ക്രോപ്സ് ഗ്രോൺ ചെയ്യുക. ഓക്കെ. അതിനാണ് നമ്മൾ ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഫാമേഴ്സ് എന്ത് ചെയ്യും, ഫോഡർ ലെഗ്യൂം എന്ത് ചെയ്യും, ഗ്രോ ചെയ്യും ആസ് ഫോഡർ ഇൻ 1 സീസൺ. അങ്ങനെ ലെഗ്യൂംസ് ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സീസണിൽ അവരെന്താ ഗ്രോ ചെയ്യുന്നത്, വീറ്റാണ് ഗ്രോ ചെയ്യുന്നത്. അങ്ങനെ ക്രോപ്പ് റൊട്ടേഷൻ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ദ റീപ്ലെനിഷ്മെൻറ്റ് ഓഫ് സോയിൽ വിത്ത് നൈട്രജൻ. ക്ലിയർ? അപ്പോൾ ഈ സോയിൽ എല്ലാ ന്യൂട്രിയൻസും വെച്ചിട്ട് റീപ്ലെനിഷ് ചെയ്യുന്നൊക്കെ കണ്ടപ്പോൾ ഫാമേഴ്സ് എന്താണ്, ഈ ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഫാമേഴ്സൊക്കെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആണ് ഈ ഒരു ക്രോപ്പ് റൊട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി പ്രീവിയസ് ക്ലാസ്സസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് റൈസോബിയം ബാക്ടീരിയ. ഈ റൈസോബിയം ബാക്ടീരിയ എവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവുക, ലെഗുമിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ട്സിലാണ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവുക. എന്താണ് ഈ റൈസോബിയത്തിൻ്റെ ഫംഗ്ഷൻ അവിടെ? അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. റൈസോബിയത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. ക്ലിയർ ആയോ? ഇനി നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ഫെർട്ടിലൈസറിൻ്റെയും മാനുവലിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്നും കൂടെ ഈ ഒരു ടേബിൾ വെച്ചിട്ട് സമ്മറൈസ് ചെയ്യാം. സോ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫെർട്ടിലൈസർ ആൻഡ് മാനുവൽ. ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇനോർഗാനിക് സോൾട്ടാണ്. പക്ഷേ മാനുവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റൽ ഡങ്ങിൻ്റെയും ഹ്യൂമൻ വേസ്റ്റും അല്ലെങ്കിൽ പ്ലാന്റ് റെസിഡ്യൂസും ഒക്കെ ഡീകമ്പോസ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു നാച്ചുറൽ സബ്സ്റ്റൻസ് ആണ് ഇത് മാനുവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ഫാക്ടറീസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മാനുവർ എവിടെ പ്രിപ്പയർ ചെയ്യുന്നത്, ഫീൽഡിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫെർട്ടിലൈസർ സോയിലിന് പ്രത്യേകിച്ച് ഹ്യൂംസ് കണ്ടൻറ്റ് ഒന്നും എന്ത് ചെയ്യില്ല, പ്രൊവൈഡ് ചെയ്യത്തില്ല. പക്ഷെ മാനുവർ എന്ത് ചെയ്യും, സോയിലിന് ഹ്യൂംസിന് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. ഫെർട്ടിലൈസേഴ്സിൽ ഒരുപാട് പ്ലാന്റ് ന്യൂട്രിയൻസ് ഉണ്ടാവും. ഏതൊക്കെ? നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം പോലത്തെ പ്ലാന്റ് ന്യൂട്രിയൻസിൽ റിച്ച് ആയിരിക്കും ആര്, ഫെർട്ടിലൈസർ. പക്ഷെ മാനുവർ എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ലെസ് റിച്ച് ഇൻ പ്ലാന്റ് ന്യൂട്രിയൻസ്. സോ ഇത്രയാണ് ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടെ സമ്മറൈസ് ചെയ്തതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് മാനുവറിൻ്റെ അഡ്വാൻറ്റേജസ് എന്നതാണ്. നമ്മളെപ്പോഴും ഓർഗാനിക് മാനുവറാണ് ഫെർട്ടിലൈസറിനേക്കാളും ബെറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിനൊരുപാട് റീസൺസും ഉണ്ട്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നതാണ്. ആ റീസൺസ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ടും പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്, മാനുവറിന് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും അല്ലേ. സോയിലിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ആര് ഇൻക്രീസ് ചെയ്യും, മാനുവർ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മൈക്രോബ്സിൻ്റെ നമ്പർ ആര് ഇൻക്രീസ് ചെയ്യും, മാനുവർ ഇൻക്രീസ് ചെയ്യും. സോയിലിൻ്റെ ടെക്സ്റ്റും ആരാ ഇമ്പ്രൂവ് ചെയ്യുന്നത്, മാനുവറാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത് അല്ലേ. ഫെർട്ടിലൈസേഴ്സിന് ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്ടർ പൊല്യൂഷന് കാരണമാകും, അതുപോലെ തന്നെ സോയിലിനെ ലെസ് ഫെർട്ടൈലാക്കി മാറ്റും. അങ്ങനെ ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് മാനുവറിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആയി നോട്ട് ചെയ്ത് പഠിക്കേണ്ടത്. ഏതൊക്കെയാണ്? വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മൈക്രോബ്സിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യും, സോയിലിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ ഇറ്റ് മേക്സ് സോയിൽ പോറസ് ഡ്യൂ ടു വിച്ച് ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ബിക്കം ഈസി. മാനുവർ ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഗ്യാസസ് എക്സ്ചേഞ്ച് എന്തായിരിക്കും, അവിടെ ഈസി ആയിരിക്കും. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇറിഗേഷൻ. നമുക്കറിയാം എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ് വാട്ടർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളെ ഹ്യൂമൻ ബീങ്സിൻ്റെ കേസാണെങ്കിലും ഒരു പ്രോപ്പർ എമൗണ്ട് ഓഫ് വാട്ടർ നമ്മൾ കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതൊരു പ്രോപ്പർ ഡയറ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. വാട്ടർ ഒരു ഇമ്പോർട്ടൻറ്റ് റോള് എല്ലാവരും ലൈഫ് സ്റ്റൈലിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പ്ലാന്റ്സിനും. പ്ലാന്റ്സ് എങ്ങനെയാണ് വാട്ടർ അബ്സോർബ് ചെയ്യുന്നത്, റൂട്ട് വഴിയാണ് അല്ലേ. റൂട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള വാട്ടറും മിനറൽസും ഫെർട്ടിലൈസേഴ്സും ഒക്കെ എന്ത് ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുന്നത്. ഒരു പ്ലാന്റിൻ്റെ 90% എന്താണ്, വാട്ടറാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ജെർമിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോസസ്സ്. എന്താ ജെർമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീഡിൽ നിന്ന് ഒരു പുതിയ പ്ലാന്റ് എന്ത് ചെയ്യുക, ഗ്രോ ചെയ്യുക. ആ ഒരു പ്രോസസ്സാണ് ജെർമിനേഷൻ. ജെർമിനേഷൻ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ജെർമിനേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, വാട്ടർ കണ്ടൻറ്റ് വേണമെന്ന്. ഡ്രൈ കണ്ടീഷൻസിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ജെർമിനേഷൻ നടക്കത്തില്ല. സോ വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. ഓക്കെ,
അപ്പോൾ നമ്മൾ പറഞ്ഞു പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും ഫെർട്ടിലൈസേഴ്സും ഒക്കെ ആരാ അബ്സോർബ് ചെയ്യുന്നത്? റൂട്ടാണ് അബ്സോർബ് ചെയ്യുന്നത്. പക്ഷെ റൂട്ടാണ് ഇതൊക്കെ അബ്സോർബ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും പ്ലാന്റ്സിൻ്റെ എല്ലാ ഭാഗത്തേക്കും എന്ത് എത്തുന്നുണ്ട്? ഈ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എത്തുന്നുണ്ട്. സോ ഈ വാട്ടർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള വേറൊരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്ലാന്റ്സിനെ എന്തിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും? ഫ്രോസ്റ്റിൽ നിന്നും ഹോട്ട് എയർ കറൻസിൽ നിന്നും വാട്ടർ എന്ത് ചെയ്യും? പ്ലാന്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു ഹെൽത്തി ഗ്രോത്ത്, ഒരു പ്ലാന്റ് പ്രോപ്പർ ഹെൽത്തി ആയിട്ട് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം? വാട്ടർ ചെയ്യണം. ഇപ്പോൾ ഡ്രൈ കണ്ടീഷൻസിലൊക്കെ നല്ല ചൂടുള്ള സമയത്തൊക്കെ നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ആ ചെടി നന്നായി വളരുമോ? ഇല്ല, അത് കരിഞ്ഞു പോകും അല്ലേ? ഒരു ചെടിയുടെ അല്ലെങ്കിൽ ഒരു പ്ലാന്റിൻ്റെ പ്രോപ്പർ ഗ്രോത്തിന് നമ്മൾ എന്ത് ചെയ്യണം? അതിന് വാട്ടർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ഇൻ്റർവെൽസിൽ ക്രോപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക? വാട്ടർ സപ്ലൈ ചെയ്യുക. ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഓരോ സീസൺ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യും. ഇപ്പോൾ സമ്മർ സീസൺസിൽ ഫ്രീക്വൻസി എന്തായിരിക്കും? കൂടുതലായിരിക്കും. നമ്മൾ വാട്ടർ ചെയ്യുന്നതിൻ്റെ ഫ്രീക്വൻസി കൂടുതലായിരിക്കും. എന്നാൽ വിൻ്റർ സീസൺ വരുമ്പോൾ അതൊന്ന് കുറയും. റെയിനി സീസൺ വരുമ്പോഴോ ഫ്രീക്വൻസി നല്ലോണം കുറയും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ നല്ല ചൂടുള്ള സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും അല്ലേ? പക്ഷെ മഴക്കാലത്തോ ഒന്നരാടം അല്ലെങ്കിൽ ചില സമയത്ത് നല്ല മഴക്ക് പെയ്യുകയാണെങ്കിൽ നമ്മൾ ചെടിക്ക് നനയ്ക്കുന്നില്ല, ഇല്ലല്ലോ. അപ്പോൾ അവിടെ ഫ്രീക്വൻസിയിൽ ഡിഫറൻസ് വന്നില്ലേ? സോ ദ ടൈം ആൻഡ് ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ വാരീസ് ഫ്രം ക്രോപ്പ് ടു ക്രോപ്പ്, സോയിൽ ടു സോയിൽ ആൻഡ് സീസൺ ടു സീസൺ. എന്തുകൊണ്ടാണ് സമ്മർ സീസൺസിൻ്റെ ഫ്രീക്വൻസി കൂടുന്നത്? സമ്മർ സീസൺസിൽ വാട്ടറിങ്ങിൻ്റെ ഫ്രീക്വൻസി കൂടാനുള്ള കാരണം എന്താ? അവിടെ ഇവാപ്പറേഷൻ്റെ സ്പീഡ് കൂടുതലായിരിക്കും. ഇവാപ്പറേഷൻ കൂടിയതുകൊണ്ടാണ് വാട്ടർ ചെയ്യുന്ന ഫ്രീക്വൻസി എന്ത് ചെയ്തത്? കൂടിയത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഴ്സസ് ഓഫ് ഇറിഗേഷനാണ്. സോഴ്സസ് ഓഫ് ഇറിഗേഷൻ നമുക്കറിയാം എവിടെ നിന്നൊക്കെയാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്? പോൺസിൽ നിന്ന്, വെൽസിൽ നിന്ന്, ലേക്സിൽ നിന്ന്, അതുപോലെ തന്നെ റിവർ, ഡാം, കനാൽ എക്സെട്ര. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് സോയിലാണെങ്കിലും സോയിലാണെങ്കിലും ഒക്കെ നമ്മൾ പഠിച്ചു. ട്രഡീഷണൽ ടൂൾസും ഉണ്ട്, മോഡേൺ ടൂൾസും ഉണ്ട്. അതുപോലെ ഇറിഗേഷൻ്റെ ട്രഡീഷണൽ മെത്തേഡ്സും മോഡേൺ മെത്തേഡ്സ് ഓഫ് ഇറിഗേഷനും നമുക്ക് പഠിക്കാനുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ നോക്കിയാലോ. ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ട്രഡീഷണൽ മെത്തേഡ്സിൻ്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചേഴ്സിലൊക്കെ നമ്മൾ എന്താ കാണുന്നത്? വെൽസിൽ, ലേക്സിൽ, കനാൽസിലൊക്കെയുള്ള വാട്ടർ നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ഫീൽഡിലോട്ട് എത്തിക്കുകയാണ് അല്ലേ? കാറ്റിൽ അല്ലെങ്കിൽ ഹ്യൂമൻ ലേബറാണ് നമ്മൾ ഈ ഒരു മെത്തേഡ്സിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. കാറ്റിൽ അല്ലെങ്കിൽ ഹ്യൂമൻ ലേബർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ടൈം എടുക്കുന്ന മെത്തേഡ്സ് ആയിരിക്കും ട്രഡീഷണൽ മെത്തേഡ്സിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ മെത്തേഡ്സൊക്കെ ഭയങ്കര ചീപ്പറാണ്, എന്നാൽ ലെസ് എഫിഷ്യൻറ്റും ആണ്. ഇനി കുറച്ച് ട്രഡീഷണൽ വേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് മോട്ട്, ചെയിൻ പമ്പ്, ദക്ലി ആൻഡ് റാഹത്ത്. റാഹത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവർ സിസ്റ്റമാണ്. നമുക്കിവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ പമ്പ്സാണ് യൂസ് ചെയ്തിരുന്നത്. ഈ പമ്പ്സ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡീസലും ബയോഗ്യാസ്, ഇലക്ട്രിസിറ്റി ആൻഡ് സോളാർ എനർജി ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ട്രഡീഷണൽ മെത്തേഡ്സിൽ നമുക്കൊരു 4 പേരുകളാണ് പഠിക്കാനുള്ളത്. ഏതൊക്കെ വേസിലാണ് നമ്മൾ വാട്ടർ ഫീൽഡിലോട്ട് എത്തിച്ചേരുന്നത്? ഫസ്റ്റ് വൺ ഈസ് മോട്ട്, ദെൻ ചെയിൻ പമ്പ്, ദെൻ ദക്ലി ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് റാഹത്ത്. പമ്പ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നു യൂസ് ചെയ്തിരുന്നത്? വാട്ടർ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത്. ആ കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. ആൻഡ് ദ ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദിസ് വീഡിയോ ഈസ് മോഡേൺ മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞത് ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് ഇറിഗേഷനാണ്. അവിടെ നമ്മൾ ആരെ ഹെൽപ്പാണ് യൂസ് ചെയ്തത്? കാറ്റിൽസിൻ്റെ അല്ലെങ്കിൽ ഹ്യൂമൻ ലേബറാണ് അല്ലേ? അതുകൊണ്ട് തന്നെ അത് ചീപ്പർ ആണെങ്കിലും ലെസ് എഫിഷ്യൻ്റാണ്. പക്ഷെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് മെഷീൻസാണ്. ഓക്കെ, അപ്പോൾ 2 സിസ്റ്റമാണ് പഠിക്കാൻ വരുന്നത്. ഒന്ന് സ്പ്രിങ്ക്ലർ സിസ്റ്റം ആൻഡ് ഡ്രിപ്പ് സിസ്റ്റം. സോ സ്റ്റാർട്ട് ചെയ്താലോ. ഫസ്റ്റ് വൺ ഈസ് സ്പ്രിങ്ക്ലർ സിസ്റ്റം. സ്പ്രിങ്ക്ലർ സിസ്റ്റം നമ്മൾ എവിടെയാണ് കൂടുതലായിട്ട് യൂസ്ഫുൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ
അൺഈവൻ ആയിട്ടുള്ള പ്ലേസസിലാണ് സ്പ്രിംഗ്ലർ സിസ്റ്റം കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. കാരണം അവിടെയൊക്കെ എന്താ പറയുക, വാട്ടർ അധികം അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. സഫിഷ്യൻറ്റ് വാട്ടർ ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ സ്പ്രിംഗ്ലർ സിസ്റ്റം വെക്കുന്നത് കൊണ്ട് നമുക്ക് അധികം ബെനിഫിറ്റ്സ് ഒന്നുമില്ല. പക്ഷേ വെള്ളം കുറവുള്ള പ്രദേശങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്പ്രിംഗ്ലർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഹൈ ബെനിഫിറ്റ് തന്നെയാണ്. ഓക്കെ, ഇനി ഈ ഒരു സ്പ്രിംഗ്ലർ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുക ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെയിൻ പൈപ്പ് ലൈൻ ഉണ്ടായിരിക്കും. ഈ മെയിൻ പൈപ്പ് ലൈനിലോട്ട് നമ്മൾ ഒരുപാട് പൈപ്പ്സ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും പെർപെൻഡിക്കുലറായിട്ട്. ഈ പെർപെൻഡിക്കുലർ പൈപ്പ്സിൻ്റെ ഒക്കെ ടോപ്പിൽ എന്തുണ്ടായിരിക്കും, റൊട്ടേറ്റിംഗ് നോസിൽസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ദ പെർപെൻഡിക്കുലർ പൈപ്പ്സ് ഹാവിങ് റൊട്ടേറ്റിംഗ് നോസിൽസ് ഓൺ ദ ടോപ്പ്. ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, മെയിൻ പൈപ്പ് ലൈനോട് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. ഇനി നമ്മൾ ഈ മെയിൻ പൈപ്പ് ലൈനിലൂടെ വെള്ളം ഫ്ലോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പമ്പിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഹൈ പ്രഷറിൻ്റെ മെയിൻ പൈപ്പിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ റൊട്ടേറ്റിംഗ് നോസിൽസിലൂടെ വാട്ടർ എന്ത് ചെയ്യും, സ്പ്രെഡ് ചെയ്യും. എങ്ങനെ, ഏകദേശം ഒക്കെ ഒരു മഴ പെയ്യുന്ന പോലെ ആയിരിക്കും എന്തുണ്ടാവുക, ഈ ഒരു വാട്ടർ ക്രോപ്സിലോട്ട് എത്തുന്നത്. ഓക്കെ, അപ്പോൾ സ്പ്രിംഗ്ലർ സിസ്റ്റം ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള ഒന്നായിരിക്കും. ഓക്കെ, സോ ഇത്രയാണ് സ്പ്രിംഗ്ലർ സിസ്റ്റത്തിൽ പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡ്രിപ്പ് സിസ്റ്റമാണ്. ഡ്രിപ്പ് സിസ്റ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഡ്രിപ്പ് സിസ്റ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതൊരു ബെസ്റ്റ് ടെക്നിക്കാണ്. എന്തിൻ്റെ, ഈ ഫ്രൂട്ട് അല്ലേ, അതുപോലെ തന്നെ ഗാർഡൻസിനും ട്രീസിൻ്റെ ഒക്കെ വാട്ടറിങ്ങിന് ഒരു ബെസ്റ്റ് ടെക്നിക്കായിരിക്കും. ഈ ഒരു സിസ്റ്റത്തിൽ വാട്ടർ ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ടാണ് ഫോളോ ചെയ്യുക. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്തെന്ന് പറയുക, ഡ്രിപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. അധികം വെള്ളമൊന്നും വേസ്റ്റ് ചെയ്യാത്ത ഒരു മെത്തേഡാണിത്. അതുപോലെ തന്നെ വാട്ടർ അവൈലബിലിറ്റി വളരെ കുറവുള്ള റീജിയൻസിൽ ഒരു ഹൈ ബെനിഫിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വെരി അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഡ്രിപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഒരു സിസ്റ്റത്തിൽ വാട്ടർ എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്, ഡ്രോപ്പ് ആയിട്ട് ജസ്റ്റ് ആ റൂട്ടിൻ്റെ പൊസിഷൻസിലായിരിക്കും എന്ത് ചെയ്യുക, വാട്ടർ ഫോളോ ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയാണ് സ്പ്രിംഗ്ലർ സിസ്റ്റത്തിനെ പറ്റിയിട്ടും ഡ്രിപ്പ് സിസ്റ്റത്തിനെ പറ്റിയിട്ടും പറയാനുള്ളത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്നും കൂടെ സമ്മറൈസ് ചെയ്ത് തരാം. സ്പ്രിംഗ്ലർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ പൈപ്പ് ലൈനിലേക്ക് കൂടെ നമ്മൾ ഹൈ പ്രഷറിൽ ഒരു പമ്പ് ഉപയോഗിച്ചിട്ട് വാട്ടർ ഫ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പൈപ്പുകൾ എന്ന് പറഞ്ഞാൽ ആ പൈപ്പിൻ്റെ ഒക്കെ ടോപ്പിൽ എന്തുണ്ടായിരിക്കും, റൊട്ടേറ്റിംഗ് നോസിൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഹൈ പ്രഷറിൽ ഈ മെയിൻ പൈപ്പ് ലൈനിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ഈ പെർപെൻഡിക്കുലറായി കണക്ട് ചെയ്തിട്ടുള്ള പൈപ്പിലൂടെയൊക്കെ വാട്ടർ ഫോളോ ചെയ്യും. എങ്ങനെയാ, ജസ്റ്റ് ലൈക്ക് റെയിനിങ് പോലെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്പ്രിംഗ്ലർ സിസ്റ്റത്തിൽ വാട്ടർ ഫോളോ ചെയ്യുന്നത്. എന്നാൽ ഡ്രിപ്പ് സിസ്റ്റത്തിലോട്ട് വരുമ്പോൾ റൂട്ടിൻ്റെ പൊസിഷനിൽ ഓരോ ഡ്രോപ്പ് ആയിട്ടായിരിക്കും വാട്ടർ ഫോളോ ചെയ്യുക. വാട്ടർ തീരെ വേസ്റ്റ് ആവാത്തൊരു പ്രോസസ്സാണിത്. വാട്ടർ അവൈലബിലിറ്റി കുറഞ്ഞ സ്ഥലത്തൊക്കെ ഹൈലി അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഡ്രിപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സ്പ്രിംഗ്ലർ സിസ്റ്റത്തിൻ്റെയും ഡ്രിപ്പ് സിസ്റ്റത്തിൻ്റെയും ഒക്കെ ഫോട്ടോസ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ക്ലാസ്സിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പോർഷൻസ് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ ഈ കൊടുത്തിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.